പേരാമ്പ്രയിൽ ഷാഫിയെ അടിച്ചത് CI അഭിലാഷ് ഡേവിഡ് ആണെന്നുള്ള വിവരങ്ങൾ ഷാഫി പറമ്പിൽ തന്നെ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. എന്നാൽ അഭിലാഷ് ഡേവിഡ് രംഗത്തെത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത് അത് താനല്ല, താനൊരു കറുത്ത കാക്കി നിറത്തിലുള്ള ഹെൽമെറ്റായിരുന്നു ധരിച്ചിരുന്നത്. എന്നാൽ ഷാഫി കാണിച്ച ദൃശ്യങ്ങളിൽ കറുപ്പ് നിറത്തിലുള്ള ഹെൽമെറ്റ് ധരിക്കുന്ന ഒരാളെ അടിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ അദ്ദേഹത്തിനാണ് യഥാർത്ഥത്തിൽ അബദ്ധം സംഭവിച്ചിരിക്കുന്നത്. ഷാഫി അത് പറയുക ചെയ്യുന്നുണ്ടായി. ശരിയാണ്, അദ്ദേഹത്തിന് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞതും കാക്കി നിറത്തിലുള്ള അദ്ദേഹം തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചതിന് നന്ദിയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ മുമ്പിലാണ്. ഇത്രയും നാളായിട്ട് എൻ്റെ മൊഴി എടുക്കാൻ പോലും ഒരു പോലീസുകാരൻ പോലും ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല. AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആരാണ് അടിച്ചത് എന്ന് കണ്ടെത്തും എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥര് ബൈജു ഈ AI ടൂൾ അടിച്ചു പോയോ എന്നാണ് ഷാഫി ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ DYSP ആയിട്ടുള്ള ഹരിപ്രസാദ് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു, ആസൂത്രിത ആക്രമണം തന്നെയായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഗൗതമ? ഇത് ആദ്യം പറയാനുള്ളത്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ആരായിരുന്നാലും അവരൊരു പരാജയമാണെന്നാണ് നിരവധി വിഷയങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്, ഒരു പരാജയമാണ്. ആരാണ് മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയിരിക്കുന്നത് അവർ പരാജയമാണ്. കാരണം ഒന്ന്, സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിക്കെതിരെ അപവാദങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞ് കണ്ട സോഷ്യൽ മീഡിയക്കാരെ എല്ലാ പ്ലാറ്റ്ഫോമിലുള്ളവരെ, ഇപ്പോൾ KM ഷാജഹാൻ, ഇപ്പോൾ നമ്മുടെ ചീഫ് എഡിറ്റർ ശ്രീ നന്ദകുമാർ തുടങ്ങിയുള്ളവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഒന്നും നിന്ന് പഴിക്കാൻ പോലും പറ്റിയില്ല കോടതിയിൽ, KM ഷാജഹാൻ്റെ കേസിൽ. അപ്പോൾ അതുപോലെ ഈ വിഷയത്തിൽ പോലീസ് എടുത്ത തീരുമാനം അമ്പെ പരാജയമാണ് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന രീതിയിൽ ഒരു സാധാരണക്കാരനായ CIയെ ഇതേപോലെ മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ ഒരു MPയെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഷയം നടക്കുമ്പോൾ അതിൽ വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറേണ്ടതാണ് ഈ CI ചെയ്യേണ്ടതായിരുന്നു. അവിടെ അദ്ദേഹത്തിന് മണ്ടത്തരം പറ്റി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വെച്ചിരുന്നത് കാക്കി കളറിലുള്ള ഹെൽമെറ്റാണ്, അടിക്കുന്നവൻ കറുത്ത ഹെൽമെറ്റ്. ഇതൊക്കെ ഇയാൾ പറയേണ്ട കാര്യമല്ല ഉണ്ടായിരുന്നു. ഒന്ന് മനസ്സിലാക്കാനുള്ളത്, CPMനും ഇവിടുത്തെ പോലീസിനും ഇത് കോൺഗ്രസിനെ എതിർക്കുന്ന, ഷാഫിയെ എതിർക്കുന്ന സാധാരണ CPM പ്രവർത്തകരും ഷാഫി വെറും ഷാഫി അല്ല. ഷാഫി എന്ന് പറയുന്നവരെ ഒരു വ്യക്തി MPയാണ്, കേരളത്തിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു യുവ നേതാവാണ്. ഇവരെന്തിനാണ് ഇത്ര നിസ്സാരവൽക്കരിച്ച് കാണുന്നത്? ഷാഫിയെ ഗവൺമെന്റ് നിസ്സാരവൽക്കരിച്ച് കാണുന്നത് കൊണ്ടാണ് ഷാഫിയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഈ പോലീസുകാരൻ അടിച്ചത്, ഈ CI അഭിലാഷ് അടിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിലവിൽ ഇപ്പോൾ ഒരു ആരോപണം മാത്രമാണ്, അതിൽ അന്വേഷണം വരണം. അടിച്ച് നമ്മൾ കാണുന്നില്ല, നമ്മുടെ കണ്ണിൽ എന്താ വേറെ വല്ല വെള്ളെഴുത്തുണ്ടോ ഇതൊക്കെ ഇല്ലെന്ന് പറയാനായിട്ട്? ഷാഫിയെ തല്ലുകയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഗൗതം ഒരു അറിയപ്പെടുന്ന വ്യക്തിയാണ്, ഞാനൊരു സാധാരണ പോലീസുകാരനാണ്, അല്ലെങ്കിൽ പോട്ടെ ഒരു സാധാരണക്കാരനാണ്. നിങ്ങൾ പ്രോട്ടോകോൾ അനുസരിച്ച് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് ഇത് അറിയില്ല. അദ്ദേഹം വെറും ഒരു ജനപ്രതിനിധി അല്ല, അദ്ദേഹം ഒരു MP ആണ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ MPയെ ഇത്തരത്തിൽ ആക്രമിക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചിലപ്പോൾ ഷാഫി ഒന്നും അല്ലായിരിക്കും, പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ പോലീസുകാർക്കും അങ്ങനെ ആയിരിക്കും. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ്, ഒരു MP ആണ്. അദ്ദേഹത്തിന്റെ മുഖം ടാർഗറ്റ് ചെയ്ത് അടിക്കുക, 3 തവണ ടാർഗറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം കൃത്യമായിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ സംരക്ഷിക്കാൻ ആരൊക്കെ ഉണ്ട് എന്ന ധൈര്യത്തിന്റെ പുറത്ത് മാത്രമേ ഒരാൾക്ക് അങ്ങനെ ഈ ചെയ്ത ആള്. അതെ, ഒന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ CI അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന വ്യക്തി 2023 ജാനുവരി 16 സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. ഈ മനുഷ്യനെ സസ്പെൻഡ് ചെയ്തിട്ട് അദ്ദേഹം തിരിച്ച് സർവീസിൽ കയറിയോ എന്ന് പോലും ഇവിടെ രേഖകളില്ല. അതാണ് പറഞ്ഞത്. വടകരയിലും കോഴിക്കോടിലും ഒക്കെ അദ്ദേഹം കൺട്രോൾ റൂമിന്റെ ഇപ്പോ ആയിട്ട് കയറി എന്നാണ് നമുക്കറിയുന്നത്. അദ്ദേഹം വടകര കൺട്രോൾ റൂമിൽ CI ആണ്. ഇവിടെ അദ്ദേഹം ഈ പറയുന്ന പോലെ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലിയിൽ എടുത്ത ആള്, അതായത് ഈ ജോലിയിൽ എടുത്തവര് അതിന് ഉത്തരം പറയേണ്ടി വരും. ഇദ്ദേഹം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വഴിയാണ് അദ്ദേഹം കയറിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ കൊടുത്ത പരാതിയുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, എൻ്റെ മകനെ ജോലി തിരിച്ചെടുക്കണം. തിരുവനന്തപുരത്ത് വഞ്ചൂർ സ്വദേശിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന അലിഗേഷനുകൾ, ഒന്ന്, തിരുവനന്തപുരത്ത് പാറ്റൂര് ഈ പറയുന്ന കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശ്, അയാളും അയാളുടെ എതിരാളികളായ ഈ ഭൂമാഫിയ ഇടപാടുള്ള തിരുവനന്തപുരത്ത് മുട്ടട എന്ന സ്ഥലത്ത് അവിടെയുള്ള മറ്റൊരു കുപ്രസിദ്ധ ഗുണ്ടയുമായി തല്ലുണ്ടാകുന്നു. ഈ തല്ല് സോൾവ് ചെയ്യാനായി ഈ പോലീസ് ശ്രമിക്കുകയാണ്. അങ്ങനെ ഗുണ്ടാബന്ധം ആരോപിക്കപ്പെടുകയാണ്.
ഈ കേസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഓം പ്രകാശിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് പോലീസ് കൈയോടെ പിടിക്കുകയാണ്. ഈ വിഷയം അത് ഒരു വിഷയം. ലൈംഗിക പിന്നെ ശ്രീകാര്യത്ത് SHO ആയിരുന്നപ്പോൾ അവിടെ ഒരു അമ്മയും മകളും ലൈംഗിക പീഡനത്തിന് ഇരയായെങ്കിൽ അതില് പ്രതികൾക്കൊപ്പം ചേർന്ന് ഈ പറയുന്ന വാദികളെ, ഈ അമ്മയും മകളെയും രക്ഷിക്കാൻ നോക്കുകയോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കേസ് അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല. അതിലൊക്കെ തന്നെ അന്ന് ഈ പറയുന്ന രീതിയിൽ നാഗരാജു IPS എന്ന് പറഞ്ഞ അന്നത്തെ കമ്മീഷണർ, തിരുവനന്തപുരത്തെ കമ്മീഷണർ ഈ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തതാണ്. ഇതിലൊക്കെയും ഏറ്റവും വലിയ രസകരമായ വസ്തുത എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ നാളുകളിൽ തൃശ്ശൂര് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസുകാർ തല്ലി പോലീസ് സ്റ്റേഷനിൽ ആ വിവാദമുണ്ടായി. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞത്, ഞങ്ങളുടെ ഭരണകാലത്ത് 140 പേരെ വരെ ഞങ്ങൾ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് സഭയിലുള്ളവരെ 143 പേരെ പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ ആ പിരിച്ചുവിട്ടവരെ രേഖ സംബന്ധിച്ച് കണക്കും കാര്യങ്ങളും മുഖ്യമന്ത്രി സഭയിൽ രേഖകളിൽ വെക്കേണ്ടതല്ലേ? അതിന് ഡെസ്ക് കൈയടിച്ച് പിന്നെ സപ്പോർട്ട് ചെയ്ത സഭയിൽ ഭരണപക്ഷത്തെ MLA-മാരുണ്ട്. സാർ ആരെയൊക്കെ നിങ്ങൾ പിരിച്ചുവിട്ടു അവരുടെ പേരുകൾ തരണം സാർ. ആ പേരുകൾ സഭയിൽ വെക്കേണ്ടത്, സ്പീക്കറുടെ മേശപ്പുറത്ത് അത് വെക്കേണ്ടതല്ലേ? അത് വെച്ചോ. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളടങ്ങുന്ന സമൂഹത്തെയും പ്രതിപക്ഷം ഉൾപ്പെടെ ഈ സമൂഹത്തെ പറ്റിക്കുകയാണ് ചെയ്ത മുഖ്യമന്ത്രി. ഈ 143 പേരെ അല്ലെങ്കിൽ 108 പേരെ പിരിച്ചുവിട്ടു എന്ന് അസംബ്ലിയിൽ പറയുകയും അതിൽ എത്ര പേരെ ഇതുവഴി തിരിച്ച് ജോലി കയറി, എത്ര പേര് തിരിച്ച് ജോലിയിലുണ്ട്, കണക്കുകളില്ല, വെറും പറച്ചിൽ മാത്രമാണ്. അതൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാവുന്ന എന്താണ്? CPM എന്ന് പറയുന്ന പാർട്ടി ഇനി ഷാഫി പറമ്പിലിനെ കൊല്ലാൻ വരെ മുതിരില്ല. അവർ ഈ പറയുന്ന രീതിയിൽ ഒരു ഷാഫി പറമ്പിലല്ല, അവർക്ക് ആരൊക്കെ രാഷ്ട്രീയമായിട്ട് പ്രതിയോഗികളുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൂട്ടം നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇത്രയും കൂരാകുമ്പോൾ ഒരു കത്തി എടുത്തിട്ട് പള്ളക്ക് കയറ്റിയാൽ എന്ത് ചെയ്യും? ഇത്രയും പേരുടെ നിൽക്കുമ്പോൾ ഒരു കത്തി എടുത്ത് പള്ള കയറ്റി കൊടുത്താൽ എന്ത് ചെയ്യും? അതൊരു ചെറുപ്പക്കാരനല്ലേ, ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനല്ലേ, അങ്ങനെയൊക്കെ പെരുമാറും. രണ്ടാമത്തെ കാര്യം സംഭവിക്കാതിരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്നറിയോ ഗൗതമേ, ഇതിനകത്ത് ഈ പറയുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്ലാറ്റ്ഫോമിലുള്ളവർ കാണിച്ച ചെറ്റത്തരങ്ങൾ എന്തൊക്കെയെന്നറിയോ? ഇപ്പോൾ ആ ഷാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഈ അപകടം ഉണ്ടായപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ രക്തം മഷിക്കുപ്പി കൊണ്ടുവന്ന് കാണിച്ചതാണെന്ന് പറഞ്ഞു. 2, ഈ ചെറുപ്പക്കാരനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് മൂക്കിന് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇവരെന്തെല്ലാം പറഞ്ഞു? താടി എന്തുകൊണ്ട് പഠിച്ചില്ല. ഇനി താടി പഠിക്കുന്നതിന്റെ ഓർഡർ AK സെന്ററിൽ നിന്ന് കിട്ടിയാലേ താടി പഠിക്കാവൂ? ഷാഫി പറയുന്നുണ്ട്, ഇതില് ഡോക്ടറല്ലേ അത് നിർദ്ദേശിക്കണം. ഈ പാർട്ടിയിൽ സെന്ററിലെയോ സൈബർ സഖാക്കളോ ആവശ്യപ്പെട്ടിട്ട് അല്ലല്ലോ താടി പഠിക്കേണ്ടത്. അല്ല, ഇത് പറയാൻ ഒരുമ്പെടുന്നവരെ ഈ പാർട്ടിക്ക് ഒരുപാട് ഡോക്ടർ ബന്ധങ്ങളുണ്ട്. ഇവരുടെ വീണ ജോർജിന്റെ ഡോക്ടർമാരുണ്ട്. ചോദിക്കാത്തന്തേ ഷാഫി പറയണ പോലെ ചോദിച്ചിട്ട് നിങ്ങളിത് പറയണം. ഇതൊക്കെ ഏത് വിഡ്ഢി സ്വർഗത്തിലാണ് ഇവരൊക്കെ ജീവിക്കണമെന്ന് ആലോചിച്ച് നോക്കുക. അല്ല, ഇനി AK സെന്ററിന്റെ തിട്ടൂറും കൂടെ വേണോ ഇതൊക്കെ പഠിച്ച് കളഞ്ഞിട്ടേ ചെയ്യാവുള്ളന്നൊക്കെ? ഇതൊക്കെ ഏത് ലോകത്താണ്? അപ്പൊ ഇത് മാത്രമല്ല, ഈ സജീഷൊക്കെ പറയുന്ന അവര് പ്രധാനമായിട്ട് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊരു ഫേക്കാണ്, ഷാഫി കളിക്കുന്നത് ഒരു നാടകമാണ് എന്ന് ആളുകൾക്കിടയിൽ ഒരു സംശയം ജനിപ്പിക്കുക. അതിലൂടെ ഷാഫിക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയെ ഇല്ലാതാക്കുക, അപ്രസക്തമാക്കുക. ഇതാണ് ലക്ഷ്യം. ഇനിയും പല കാര്യങ്ങളും ഇനിയും വരാനുണ്ട്. വിഷ്വൽസ് ഇനി വരുന്ന ദിവസങ്ങളിലും എന്തായാലും വല്ലാത്ത കടുത്ത നാളുകളാണ് ആർക്ക്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെ പിണറായി. നമ്മൾ ഇതിന് ഇത്രയും ഈ വിഷ്വൽസ് അടക്കം ഇപ്പം പുറത്തു വന്ന സാഹചര്യത്തിൽ AI ടൂൾ ഉപയോഗിച്ച് നമ്മളെ എന്തിനാണ് ഈ ഷാഫി ചോദിക്കുന്നുണ്ട്, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? 4 വിഷ്വൽസ് ഒന്ന് പരിശോധിച്ചാൽ മതി. ഒരു കാര്യം കൂടി ഇതിനകത്ത് നമുക്ക് പറയേണ്ടി വരും. ഈ സംഭവം നടന്നിട്ട് 1 മാസം ആകെ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഇതിന് ഇത്രയും നാള് ഒരു MP ആണ് തല്ലിയത്. ഒരു MP ആണ് അവിടെ രാഷ്ട്രീയം കാണരുത്. അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തിനോട് വന്ന് ചോദിച്ചു മൊഴി എടുത്തിട്ടുണ്ടോ? മൊഴി എടുത്തിട്ടുണ്ടോ? ക്ഷമിക്കുക, അദ്ദേഹത്തിന് മൊഴി എടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിന് പറയാനുള്ള ഇവർ കേട്ടിട്ടുണ്ടോ? ഒന്നും അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറഞ്ഞ പോലീസുകാരൻ തന്നെ ഈ കണ്ട മാധ്യമങ്ങളോടൊക്കെ മറുപടി പറഞ്ഞപ്പോൾ തന്നെ കുരുക്ക് വീണ്ടും വീണ കണ്ടോ? ഇയാൾ വഞ്ചൂരുള്ള ആളാണ്. അതുകൊണ്ട് ഇയാൾക്ക് അവിടുത്തെ പാർട്ടിക്കാരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ അടുത്ത് എന്നെ പിരിച്ചുവിടരുത്, ഈ 11 മാസം എങ്ങാണ്ട് ജോലിയിൽ നിന്ന് പുറത്തു നിന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മ പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. അങ്ങനെ അതിൻ്റെ പേരിലും കൂടെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലിയിൽ തിരിച്ചെടുത്തിരിക്കുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടി വന്നിരിക്കുന്നത് ഈ സംഭവം നടക്കുമ്പോൾ ഇതിന് 20 മീറ്റർ അപ്പുറത്ത് ബസ് സ്റ്റോപ്പിലാണ് ഞാൻ നിന്നത്. ഇതൊക്കെ എന്തിനാണ് ആവശ്യമില്ല? ഇത് ആരെ പറ്റിക്കാൻ? AI ടൂൾ എന്താ അടിച്ചുപോയോ? ഷാഫി തന്നെ ഒടുവിൽ വന്നിട്ട് വിഷ്വൽസ് കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഇവിടെ ഉണ്ടാവുന്നു. അതിന്റെ ഒരു ദൃഷ്ടാന്തം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എത്രമാത്രം പരാജിതമാണ് ഇവിടുത്തെ പോലീസ് സേന, ഭരണം. ഗൗതം, ഇതിൽ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഇതൊരു ഷാഫി പറമ്പിലിന് പറ്റിയതാണ്. എനിക്കോ ഗൗതമനോ ഈ സമൂഹത്തിലെ സാധാരണക്കാർക്കോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായാൽ ഇതിനപ്പുറവും സംഭവിക്കുമെന്നല്ലേ ഇതിന് മനസ്സിലാക്കാനുള്ളത്?
അല്ലേ? ഒരു ജനപ്രതിനിധിക്ക് ഒരു ജനപ്രതിനിധിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ, അതും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ ജനപ്രതിനിധിക്കാണ് ഇതാണ് അവസ്ഥയെങ്കിൽ എനിക്ക് തനിക്കൊന്നും ഒരു തരത്തിലുള്ള പരിഗണനയും ഈ സർക്കാരിൻ്റെ പോലീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വകുപ്പ് തലങ്ങളിൽ നിന്നോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട.